നമ്മൾ പഠിച്ചൊരു സംഭവം, പഠിച്ചൊരു വിഷയം, ആ വിഷയത്തിൽ ആ കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ബ്രീഫിനെ നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് നമ്മൾ പഠിച്ച സബ്ജക്റ്റും ആ ക്ലയൻറ്റ് അല്ലാതെ അവിടെ അവർ ചെയ്യുന്ന അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം ദ ഡേ വൺ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ യു ആർ മാസ്റ്ററിങ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ റിഫൈൻ ചെയ്ത് നിങ്ങളെ തന്നെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ലീഡർ ആവുകയാണ്. ഓക്കെ, ആൻഡ് ലീഡർ ഇസ് ടെസ്റ്റഡ് വിത്ത് സ്റ്റോം, നോട്ട് വിത്ത് സൺഷൈൻ എന്ന് പറയും. എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോഴാണ് ലീഡർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ സ്മൂത്തായിട്ട് നടക്കപ്പെടല്ല. അതായത് ഒരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ജോബ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഷോർട്ട് ടൈം ഉണ്ടാവുള്ളൂ. ആ ഷോർട്ട് ടൈമിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങളതിനെ ഡീൽ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോർമലായിട്ട് പോകുന്ന സിറ്റുവേഷനെ കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ടും അല്ലാന്നുണ്ടെങ്കിൽ കെയറും അല്ലാതെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നിങ്ങളെ പറ്റിയുള്ള ഒരു വിശ്വാസം അല്ലാതെ ആ സിസ്റ്റത്തിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഒരു 4-5 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചില ആൾക്കാരിൽ ചിലപ്പോൾ ഇതേപോലെ അവരുടെ കഴിവ് അവർ മാക്സിമം കഴിവും അതേപോലെ ചിലപ്പോൾ ഭാഗ്യവും എല്ലാം കൂടെ ചിലപ്പോൾ കുറച്ചൊരു ടഫ് വർക്ക് വരിക, ടഫ് വർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടുക, ആ വർക്ക് നിങ്ങൾ നല്ല എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽ അല്ലാതെ നിങ്ങളുടെ എന്താണ് പറയുക, ഒരു പ്രൊഫൈലിലേക്ക് ഇത് ഞാൻ ചെയ്തതാണ് എന്ന രീതിയിൽ കയ്യിൽ വരുത്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് വരിക. ഇതേപോലെയാണ് മേലോട്ട് പോവുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കോ എക്സിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും അവർ പണിയെടുക്കുന്നുണ്ട്, എല്ലാവരും ചിലപ്പോൾ ഒരേ ജോലിയിട്ടാണ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ഇതേപോലെ മാസ്റ്റർ ചെയ്യാനുള്ള ടെക്നിക്കുകളും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം. കാരണം ചിലപ്പോൾ വലിയ ഏജൻസി ആയിരിക്കും, ചിലപ്പോൾ 100, 300, 400 വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അവരുടെ നിന്ന് മേലോട്ട് പോവുക, അതും ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ മേലോട്ട് പോകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഷിയർ ഹാർഡ് വർക്കാണ്. പ്ലസ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ വേണം, അതായത് അവിടെ നിങ്ങൾ പഠിച്ച ഒരു വർക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് 25%. ബാക്കി 75% എന്ന് വെച്ചാൽ ആ വർക്ക് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ വർക്കിനെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്കുകൾ എത്രത്തോളം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഡിപ്പെൻഡൻസി, അതായത് ആ കമ്പനിക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ മാക്സിമം കുറഞ്ഞു വരുന്നു, നിങ്ങൾ തന്നെ കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മേലെ കയറി പോവുക.